അച്ഛന്മാരെ അങ്ങനെ നമ്മുടെ ട്രിപ്പ് തുടങ്ങാൻ പോവുകയാണ്. അയ്യോ എന്താവോ എന്തോ. അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ ട്രക്കണ്ണനാണ് ബല്ലുവണ്ണൻ, പുള്ളിക്കാരന് വേണ്ടി വെയിറ്റ് ചെയ്യുക അല്ലടാ ബല്ലു സാർ. എങ്ങനെ ഉണ്ടാവുമോ എന്തോ. നമ്മുടെ ട്രക്കണ്ണൻ പറയുന്നത് സ്നോ ഒന്നുമില്ല അങ്ങനെയൊക്കെയാണ് പറയണത്. പിന്നെ അല്ലേ സ്നോ ഇല്ലയെന്നാണ് പറയണത്. സ്നോ ഇല്ലയെന്ന് കേൾക്കുമ്പോൾ കുറേ എണ്ണത്തിന് ഭയങ്കര സന്തോഷമാവും മിക്കവാറും. അതാ പക്ഷേ സ്നോ നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട്. -2 ഡിഗ്രിയിലാണ് ഇപ്പോൾ നിൽക്കണേ. സൂര്യനെ കാണാൻ പക്ഷെ അത് നോക്കണ്ട. അതാ ആസുണ്ട്. ഇച്ചിരി ഫണ്ണാണ് കാണാൻ തന്നെ. അയ്യേ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതാ നമ്മളിപ്പോ അയ്യോ കാണാമോ, നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല നമ്മൾ ഇതൊക്കെ ചെയ്യുമെന്ന്. ഓ സത്യം. ഇതാണ് ഫ്രണ്ടിൽ പോണാണ് നമ്മുടെ ഗ്യാങ്. തലയിൽ ബ്ലൂ കളർ തൊപ്പി വെച്ചേക്കാണ് നമ്മുടെ ഗൈഡണ്ണൻ. പുള്ളിക്കാരൻ പറയണ കേട്ടില്ലെങ്കിൽ നമ്മളെ തൂക്കി എറിയും പോലെ. അയ്യോ അങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കണം. അത് കേട്ടപ്പോൾ തൊട്ട് നമ്മുടെ സിനിമോന് ഭയങ്കര റെസ്പെക്റ്റാണ് പുള്ളിക്കാരൻ്റെ അടുത്ത്. എന്താ ചെയ്യുമോ എല്ലാം ശരിയല്ല. ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് അങ്ങനെയല്ലേ. പക്ഷെ ഇത് ഇച്ചിരി കൂടുതലാ. നമ്മളിങ്ങനെ 1-2 പറഞ്ഞിങ്ങനെ നടക്കുക. ഏത് അതാണ് അങ്ങനെയാണ് അതിൻ്റെ രീതി. അതെ ചേച്ചി സേ ഹായ്. കല്ലും മുള്ളെന്ന് പറഞ്ഞ മരി കൂടി സഞ്ചരിക്കുകയാണ്. ഓ സത്യം പറഞ്ഞാൽ ഇത്രയും ഗെറ്റപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എന്താണെങ്കിലും മേടിച്ച് പിന്നെ എങ്ങടാന്ന് വെച്ചത്. അതിസാഹസികമായ ട്രക്കിന് ശേഷം പിന്നെയും ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും എനിത്തിങ് ടു സേ ബ്രോ. നല്ല ടഫാണ് സാധനം. അയ്യോ സത്യം കേട്ടാ നമ്മൾ വിചാരിച്ചില്ലായിരിക്കും സെറ്റായിരിക്കും നടന്നാൽ മതി എന്ന് വിചാരിച്ചു. പക്ഷെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ആണോ भैया ट्रक कैसा है? ट्रैक तो थोड़ा हार्ड है पर मज़ा आ रहा है. അത്യാവശ്യം ചൂടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഒരു കളയും. അതോ നന്നായിരിക്കും. कैसा भैया? ഇതെല്ലാം ഒരു കളയാമെന്ന് തോന്നുന്നു. കളയാൻ പോവാണോ? അവിടെ വേറെ ഒരുത്തൻ ഫുള്ള് സെറ്റപ്പ്. മനസ്സും അടുത്ത്. ഫിസിക്കൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ്. എല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രക്കിങ്ങിന് വരണം. ട്രക്കിംഗ് ബിക്കോസ് ഇറ്റ്സ് മസ്റ്റ് ട്രൈ യുനോ. അതെ ട്രക്കിംഗ് ആകുമ്പോൾ നമ്മുടെ ഒക്കാത്ത് മനസ്സിലാവും അല്ലേ. നമ്മുടെ ഒക്കാത്ത് മനസ്സിലാവും. നമ്മുടെ അണ്ണൻ ശരി അതുകൊണ്ട് ഉമ്മാരി കരിഞ്ഞരിഞ്ഞ് വരുവാണ്. കുഴപ്പമില്ല. അതുകൊണ്ട് അതുകൊണ്ടാണ് പയ്യ വരണേ. ഇവിടെ ഇപ്പോൾ റെസ്റ്റ് എടുക്കുവാണ് ഗൈസ്. സിനിമനെ ഹൗസ് താട്ടുംകുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ടഫാണ് സാധനം. അതാ ചേച്ചി വന്ന് എന്തൊക്കെയോ ലോക്കൽ ലാംഗ്വേജ് പറയണുണ്ട്. ഒന്നും മനസ്സിലാവണില്ല. പക്ഷെ ആദ്യം പറഞ്ഞത് ഈ കണ്ണാടി വെച്ചിരിക്കണതിന് ഏതാണെന്ന്. ഗൈസ് അങ്ങനെ നടന്ന് അയ്യോ ഒരു ചേട്ടൻ്റെ വീട്ടിലെത്തി. ചേട്ടൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ ഇവിടെ ആക്ച്വലി ഇവർക്കായിട്ട് സ്വന്തമായിട്ട് പശുത്തൊഴുത്തുണ്ട്. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. പിന്നെ സൂര്യ ഇവിടെ നിൽക്കുന്ന ഇവിടെ വാഷ്റൂം ഉണ്ട്. ആർക്കെങ്കിലും വാഷ് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് കയറാം. പിന്നെ ഉള്ളത് പിന്നെ ഇവിടെ ചൂടുവെള്ളം, നിമ്പൂപ്പാനി, ലസ്സി എല്ലാം കിട്ടും.
അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ അതും സെറ്റ് ചെയ്യാം. അവിടെ നിന്ന് അമ്മൂമ്മ ഒരു അപ്പൂപ്പനും ഒക്കെയാണ് ഇത് നടത്തണത്. പക്ഷേ ഇതിവിടെ വീടല്ലേ? വീടാ. റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് സെറ്റിലായതാ ഇവിടെ. അതാ വന്ന് പശുവായിട്ട് കളിച്ച് വന്ന്. അതിൻ്റെ കണ്ടോ ചൂടുവെള്ളം കണ്ടോ? ഫുള്ള് നിറച്ചോ നോക്ക്. പിന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ മറ്റേ ആ പീക്ക്? അതൊക്കെ ഓരോരോ പീക്കാ, കേദാർഖണ്ഡൊന്നും അല്ല. അപ്പോൾ ഇങ്ങനെ പോണ്. ഹൗസ് ട്രക്ക് സോഫ സെറ്റ് ആദ്യം ഭയങ്കര ടഫായിട്ട് തോന്നി. ചേച്ചി വരുന്ന വെള്ളം കൊണ്ട്. ചേച്ചിയാണ് ലസ്സി എടുത്തോന്നില്ല. ലസ്സി കുടിച്ച് നോക്കണം. അല്ല അത് ഇവിടുത്തെ ഫ്രഷാണ് ഇവിടുത്തെ പശുവിൻ്റെ ലസ്സിയാണ്. നീ കുടിച്ചോ? ഞാൻ ലസ്സി കുടിക്കത്തില്ല. എന്നാലും ടേസ്റ്റ് സ്പോർട്സ്മാൻ വെച്ച് കാണിക്കടാ. സ്പോർട്സ്മാൻ വെച്ചില്ലേ ഗൈസ്? കാര്യം പറയാം, നല്ല സെറ്റ് സാധനം. സെറ്റായാൽ മതിയായിരുന്നു. ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടോ? ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇവിടെ ഒരു വീടെടുത്ത് താമസിക്കാൻ തോന്നും. പക്ഷേ വീടെടുത്ത് താമസിക്കുമ്പോഴാണ് ഇവിടുന്ന് സിറ്റിയിലെ ലൈഫ് നമ്മൾ ആലോചിക്കുന്നത്. ഇവിടുന്ന് സിറ്റിയകത്ത് എത്ര ദൂരം? ഏകദേശം 13-14 മണിക്കൂർ എടുക്കും ഡെഹ്റാഡൂൺ എത്താൻ. കേടാണ്, പക്ഷെ ഈ വ്യൂക്ക് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഇതെന്താ നിംബുപാനിയാണോ? എങ്ങനെയുണ്ട്? ആണോ? രസമുണ്ടോ? എന്തുവാ എന്തോ സീൻ? എന്തുവാ ക്യാഷോ? എടുത്തോ? भैया आपका नाम क्या है? हमारा नाम दीवान चंद है जी। हम अभी आपके उसमें स्टाफ में छुआरे खाने जा रहे हैं। ये छुआरा किसी हमारे ये बहुत ठंडा हो गया ना। हाँ फ्रोजन है या इसको तोड़े जा रहा और बूढ़े को दिक्कत है, दांत नहीं है तो ये तोड़ के भी खाना है। पेट है ये मानता नहीं है, देने वाला भी रुकता नहीं है, तो इसलिए खाया जाएगा जी। ये आपका प्रसाद बूढ़े ने ठीक है, बढ़िया है ना? हाँ बढ़िया സെറ്റപ്പാണ്. ബൈ 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 ആൻറ്റി, ബൈ ബൈ. നമ്മൾ അതാ യാത്ര തുടങ്ങിയിരിക്കുന്നു, പോവുകയാണ്. പിന്നെ മല കയറി. അയ്യോ എടാ പോള് പറഞ്ഞാൽ നന്നായി. ഇപ്പോൾ ഫോളില്ലാണ്ടങ്ങ് വിട്ടേനെ. ഓറ പോയി കേട്ടോ, ഓറ പോയി. അവരൊക്കെ അവിടെ എത്തിയ എവിടെ എത്തിയാലും ഒരു സീനും ഇല്ല ഗൈസ്. നമ്മൾ പയ്യെ പോവും. ഏത് മിണ്ടി മറിഞ്ഞും സംസാരിച്ചും അല്ല സൂര്യ മ്യൂസിക് ഓക്കെ. എങ്ങനെ ഇരിക്കണ്? നിങ്ങളാരും അത് കണ്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് യാത്ര തുടങ്ങാം. കല്ലും മുള്ളും നിറഞ്ഞ വരി കൂടി ഒരു സഞ്ചാരിയെ പോലെ. ഇനി അങ്ങോട്ട് ചെല്ലാല്ലേ? നേരത്തെ കണ്ട നമ്മുടെ അപ്പൂപ്പൻ്റെ സ്ഥലത്തേക്ക് കൂടെ നടക്കുക. എനിക്ക് തോന്നുന്നു നമ്മളിന്ന് അവിടെ കയറും. കണ്ടോ അവിടെ കയറും. ഓ
ഏകദേശം ഓറ ഫാമിംഗ് ആണ്. പക്ഷേ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അടുത്ത കടയിലെത്തി. ഇവിടെ നമ്മളൊരു എഗ് മാഗി പറഞ്ഞ് ഇനി കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. മൗണ്ടനിലെ എഗ് മാഗി അത് നിർബന്ധ. ഗൈസ് അങ്ങനെ നമ്മൾ അടുത്ത ചെക്ക് പോയിൻ്റ് ഇൻ ദ സെൻസ് ടീ സ്റ്റോളും കഴിഞ്ഞ് മുന്നിലോട്ട് പോകുന്നു. അപ്പോൾ ആൾക്കാരെല്ലാവരും പറയണത് മുകളിൽ ഒടുക്കത്തെ തണുപ്പാണെന്നാ. ഇവന് ഇട്ടേക്കണില്ലേ അതൊന്നും പോരാന്നാ പറയണേ. ഇനി ലെയറിങ് ചെയ്യണമെന്ന്. നീ തന്നെ എന്താ നീ ഇട്ടേക്കണ ലെയറിങ് പോരാന്ന്. അതാ അല്ല നീ ഇട്ടേക്കണ ലെയറിങ് പോരാന്നാണ് മറ്റേ അമ്മ എൻ്റെ അടുത്തല്ല ആഷ് മൊണ്ണയടുത്താണ്. ഏയ് അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇനി മുകളിൽ ഒടുക്കത്തെ തണുപ്പാണ്. ഒരു 10-20 ജാക്കറ്റൊക്കെ ഇടാനാണ് ചേട്ടൻ പറഞ്ഞത്. 10-20 ജാക്കറ്റൊന്നുമില്ല, ഉള്ള ജാക്കറ്റ് ഉള്ള ജാക്കറ്റ് ഇട്ടുകൊണ്ട് നിൽക്കണേ. അങ്ങനെ ഇത്രയും വലിയ കയറ്റം കയറി ഒന്നും പറയണ്ട. ഇപ്പോഴും ഓടുന്ന ആൾക്കാർ നമ്മുടെ ഗ്യാങ് വന്നുകൊണ്ടിരിക്കുക. അതാ സൂര്യ അറിയാതെ വരുക. അങ്ങനെ ഗൈസ് കുറേ നേരം നടന്ന് ആകെ നമ്മൾ 6 പേരേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ അയ്യോ ആൾക്കാരെ കാണുന്നു. അങ്ങനെ നമ്മളെത്തി ഗൈസ്. നമ്മളെത്തി നമ്മുടെ ഹർഗാവോൺ ക്യാമ്പിലേക്ക്. അയ്യോ മെനക്കേടാണ് കാര്യം പറയാലോ. അതാ സിനിമ അവിടെ നിന്ന് വരണേ. അയ്യോ സൂര്യ എല്ലാവരും തളർന്ന് കാര്യം പറയാലോ. ഇവിടെ വലിയ തണുപ്പുണ്ട് കേട്ടാ, പക്ഷെ മഞ്ഞൊന്നുമില്ല. സ്നോയില്ലാന്ന് കേൾക്കുമ്പോൾ കുറേ എണ്ണത്തിന് ഭയങ്കര സന്തോഷമാവും. പക്ഷെ ഇപ്പോഴും ലൈക്ക് സൺലൈറ്റ് ഉള്ളതുകൊണ്ട് അധികം തണുപ്പ് തോന്നുന്നില്ല. സ്വെറ്റർ നല്ല രസമുണ്ട്. കണ്ട കുറേ ആൾക്കാരുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ലൈക്ക് ആൾക്കാരെ കണ്ടു തുടങ്ങിയത്. ഇത്രയും നേരം ഒരു മനുഷ്യനില്ലായിരുന്നു നമ്മുടെ കൂടെ. അതാ അയ്യോ രസമുണ്ട് നല്ല രസമുണ്ട്. സിനിമോൻ അറ്റ് ലാസ്റ്റ് യു ഹാവ് റീച്ച്ഡ്. നമ്മളെത്തിയിരിക്കുന്നു. എവിടെ എത്തി നമ്മൾ? ഹർഗാവണിലെത്തി. അടുത്തത് ജുഡാക്ക തലാബ്. അല്ല അടുത്തതാ ജുഡാക്ക തലാബ്. അല്ല അങ്ങോട്ട് പോകുന്നുണ്ടോ? ആ പോകുന്നുണ്ട്. ഇവിടെ ഒന്ന് കുറച്ച് ഞാൻ ചില്ലടിച്ചിട്ട് പോകും. നടന്ന് മടുത്ത്. അല്ല മടുത്തെന്നല്ല, രസമുണ്ട്. പിന്നെ ചവച്ചാരുത്. അയ്യോ ഇനി നമ്മുടെ ക്യാമ്പറിന് നമ്മുടെ ഗൈഡറിന് എവിടെയോ പോയിന്നല്ല നമ്മുടെ വന്ന് അതാ കാണാവോ ഒരു ബ്ലൂ കളർ ടെൻറ്റ് കാണാമല്ലേ അവിടെ? അതാണ് നമ്മുടെ ടെൻറ്റ്, ട്രിപ്പ് മൈ സോളിൻ്റെ. ഇതെല്ലാം വേറെ കമ്പനീസിൻ്റെ ടെൻറ്റാണ്. ലൈക്ക് ഇത് വേറെ, പിന്നെ അവിടെയുണ്ട് വേറെ. അതൊക്കെ ഇനി ഇവിടെ നിന്ന് എന്തായിരിക്കും പരിപാടി എന്നാണ് അറിഞ്ഞുകൂടാത്തത്. കഴിഞ്ഞ പ്രാവശ്യം റീലിൽ എന്തേനു
കഴിഞ്ഞ പ്രാവശ്യം റീല് കണ്ടപ്പോൾ അവിടെ കുറേ പേര് ക്രിക്കറ്റൊക്കെ കളിക്കണമുണ്ട് അല്ലേ? ഇവിടെ ക്രിക്കറ്റൊക്കെ കളിക്കണമുണ്ട്. കുറച്ച് പേര് ബാറ്റും ബോളും കൊണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവന്മാരൊന്നും ഇവിടെ കാണാനില്ല. അല്ലെങ്കിൽ അവന്മാരുടെ കൂടെ പോയി ക്രിക്കറ്റ് കളിക്കുന്നു ചിലപ്പോൾ. അത് ശരിയാ. അയ്യോ, നമ്മുടെ മറ്റേ നീലേ അതാ ഒരു ഡോങ്കി. അയ്യോ അല്ലേ, ലാസ്റ്റിലത്തെ ഒരു കിഡിലൻ സ്റ്റീപ്പായിരുന്നു. കാര്യം പറയാല, മുകളിലേക്ക് ഒടുക്കത്തെ ഇൻക്ലിനേഷൻ. അതാ പക്ഷേ നമ്മുടെ ക്യാമറമാനൊക്കെ എന്തോ പുള്ളിക്കാരൻ്റെ 150ാമത്തെ എന്തോ പ്രാവശ്യം കേതാകണ്ട കയറിയിട്ട്. കാര്യം പറയാനേ, പുള്ളി പറയണേ ഇതൊക്കെ പിള്ളേർ കാണുന്ന സാധനമാണ്. അതാ മറ്റും പറഞ്ഞു പിള്ളേരുടെ അന്ന് എന്താ അവസ്ഥയാണ്. എവിടെ വർക്കൗട്ടൊക്കെ ഉണ്ടോ? നമുക്ക് വർക്കൗട്ട് ഉണ്ടോയെന്ന് പറഞ്ഞൂടാ. എന്നാലും കാണാം, രസമുണ്ട്. അയ്യോ വയ്യ. അതാ കേസ് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് അറിഞ്ഞോളാം, നോക്കട്ടെ. അത് ചായ, ഇത് സമോസ പോലെ റൊട്ടി വെച്ചേക്കണം. പപ്പടമാണോ? ഓക്കെ. ഇത് വേറുണ്ട്, ചോറ്. തണുത്ത് തുടങ്ങി കേട്ടാ. ചൂട് ചോറ്. അപ്പുറം അതിൻ്റെ കറി എന്തോടാ? കറി അത് ഗോപിയാണോ? सुनो बता क्या फूड दोस्त बेस्ट नहीं करना। ये क्या है? कोफ्ता सर, कोफ्ता करिए। कोफ्ता यस सर। अच्छा എന്താടാ? ठीक है, फूड बेस्ट नहीं होना चाहिए, ठीक है दोस्त? 2 बार ले लो, 3 बार ले लो, कोई दिक्कत नहीं है। ये मतलब क्या है? എന്തോ സാധനം പറഞ്ഞു? കോപ്ത ഒന്ന് ഞെക്കി നോക്കിയേ. എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് മറ്റേ എന്തെങ്കിലും വെജിറ്റബിൾസ് ആയിരിക്കും. അല്ല, ഇതിൻ്റെ അകത്ത്, കോപ്തേൻ്റെ അകത്ത്. മനസ്സിലായോ? കോപ്ത ഒന്ന് ഞെക്കിയാടാ, കോപ്ത ഒന്ന് ഞെക്കിയേ അല്ലേ? വെജിറ്റബിൾസ് ഒക്കെ ആണെന്ന് തോന്നുന്നു. എത്ര വേണോ എടുത്തോ, വേസ്റ്റ് ചെയ്ത് തന്നു. നമ്മുടെ ട്രിപ്പ് മൈ സോളിൻ്റെ ക്യാമ്പ് ഇത്. പിന്നെ അടിപൊളി എക്സ്പീരിയൻസ്, കാര്യം പറയാതെ. കുറച്ച് ഫിറ്റ്നസ് വേണം, അത്രേ ഉള്ളൂ. ലൈക്ക് ഒരാഴ്ച സ്റ്റെപ്പ് കയറി ഇറങ്ങിയാൽ മതി, ബാക്കിയൊന്നും തെറ്റാവും. മനസ്സിലായോ? ചില്ല, എല്ലാവരും ആ എക്സ്പീരിയൻസ് ചെയ്താക്കണ്ട ഗൈസ്. പക്ഷേ ഇതിപ്പോൾ എന്തോന്ന്, ഹർഗോൺ ക്യാമ്പാ. ഇവിടെ നിന്ന് ജുഡാക്കത്തല പോവും, അതിവിടെ ഒരു 1.5 കിലോമീറ്റർ പോവും. അതെന്തോ ലേക്കാണ് പോലും. എന്നിട്ട് അതിന് ശേഷം പിന്നെ ബേസ് ക്യാമ്പിൽ പോകും, കേദാർഖണ്ഡ. എന്നിട്ട് അതിന് ശേഷം പിന്നെ സമ്മിറ്റ് പുഷ് ചെയ്യും. സമ്മിറ്റിലെന്തോ -17 ഡിഗ്രിയാണ് പോലും. സ്നോഫോൾ കുറച്ചേ കിട്ടണുള്ളൂ. അറിഞ്ഞൂടാ, നോക്കാം എങ്ങനെ. ഓക്കെ, കാണാം.